അഗ്രികൾച്ചർ മെഷീനറി ഓപ്പറേറ്റർ എന്ന ഈ കോഴ്സ് പേരുകൊണ്ട് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിവിധ തരം അഗ്രികൾച്ചർ മെഷീനറീസ്, അവയുടെ മെയിൻ്റനൻസ് തുടങ്ങിയ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം ഈ കോഴ്സിൽ ഇംഗ്ലീഷ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങൾ പഠിക്കുവാനുണ്ട്. ഈ കോഴ്സിന് ശേഷം ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസായി BSc, BA, ഹോട്ടൽ മാനേജ്മെന്റ്, ജേർണലിസം, എഞ്ചിനീയറിംഗ്, BArch തുടങ്ങി വിവിധങ്ങളായ മേഖലകൾ വിദ്യാർത്ഥികൾക്ക് മുൻപിലുണ്ട്. ഈ കോഴ്സിന് ശേഷം അഗ്രികൾച്ചർ മെഷീനറി ഓപ്പറേറ്റർ ഇൻ അഗ്രികൾച്ചർ ഫാംസ്, ഫാം ഓപ്പറേറ്റർ, ഫാം മെഷീനറി ഓപ്പറേറ്റർ, ഫാം ഗാർഡർ ഓപ്പറേറ്റർ, engineering assistants in private sector and trailer manufacturing companies, farm mechanics in self-help groups of Grama Panchayat, agents for high-tech farming തുടങ്ങി വിവിധങ്ങളായ തൊഴിലവസരങ്ങളും വിദ്യാർത്ഥികൾക്ക് മുൻപിൽ തുറന്നിട്ടിരിക്കുന്നു. അസിസ്റ്റന്റ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ഓപ്പറേറ്റർ അഥവാ AOPO ഈ കോഴ്സിൽ വിദ്യാർത്ഥികൾക്ക് സിംഗിൾ കളർ, മൾട്ടി കളർ ഓഫ്സെറ്റ് മെഷീന്റെ ഉപയോഗക്രമം, അതിന്റെ മെയിൻ്റനൻസ്, സിലിണ്ടറിന്റെ ക്ലീനിംഗ് തുടങ്ങിയ സാങ്കേതിക വശങ്ങളോടൊപ്പം ഇംഗ്ലീഷ്, എന്റർപ്രണർ ഡെവലപ്മെന്റ്, വൊക്കേഷണൽ സബ്ജക്റ്റുകളും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളും പഠിക്കുവാനുണ്ട്. ഈ കോഴ്സിന് ശേഷം BSc, BA, LLB, എഞ്ചിനീയറിംഗ് തുടങ്ങി വിവിധങ്ങളായ ഉപരിപഠന സാധ്യതകളും ഉണ്ട്. ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം അസിസ്റ്റന്റ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ഓപ്പറേറ്റർ, പ്രിന്റിംഗ് മെഷീൻ അസിസ്റ്റന്റ് ഓപ്പറേറ്റർ, ഓഫ്സെറ്റ് മെഷീൻ അസിസ്റ്റന്റ് ഓപ്പറേറ്റർ തുടങ്ങി വിവിധങ്ങളായ ജോലി സാധ്യതകളും വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നു. ഓട്ടോ സർവീസ് ടെക്നീഷ്യൻ അഥവാ AST എന്ന ഈ കോഴ്സിൽ ഇംഗ്ലീഷ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങളോടൊപ്പം വൊക്കേഷണൽ വിഷയവും പഠിക്കുന്നു. ഈ വിഷയത്തിൽ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിയും പരിപാലനവുമാണ് പ്രധാനമായും പഠിപ്പിക്കുന്നത്. ഇതിൽ ഇലക്ട്രിക് ജോലികളും മെക്കാനിക്കൽ ജോലികളും ഉൾപ്പെടുന്നു. ഓട്ടോമൊബൈൽ വ്യവസായത്തിന്റെ അതിവേഗത്തിലുള്ള വളർച്ച മൂലം ഇന്ന് ഓട്ടോമൊബൈൽ ടെക്നീഷ്യന്മാരുടെ ആവശ്യം ഏറിവരുന്നു. ഈ കോഴ്സിന്റെ പഠനത്തിന് ശേഷം വിദ്യാർത്ഥികൾക്ക് BSc, BA, LLB, എഞ്ചിനീയറിംഗ് തുടങ്ങി വിവിധങ്ങളായ ഉപരിപഠന സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ലൈൻമാൻ അഥവാ DL ഈ കോഴ്സിൽ ഇംഗ്ലീഷ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങളോടൊപ്പം വൊക്കേഷണൽ വിഷയവും പഠിക്കുന്നു. ഈ വിഷയത്തിൽ ഓവർഹെഡ് ലൈനുകൾ, കേബിളുകൾ, അനുബന്ധ ഉപകരണങ്ങളായ ഇൻസുലേറ്ററുകൾ, ചാലകങ്ങൾ, മിന്നൽ രക്ഷാചാലകങ്ങൾ, സ്വിച്ചുകൾ, മീറ്ററിംഗ് സിസ്റ്റങ്ങൾ, ട്രാൻസ്ഫോർമറുകൾ, ലൈറ്റിംഗ് സിസ്റ്റങ്ങൾ തുടങ്ങിയവ ഇൻസ്റ്റാൾ ചെയ്യുകയും റിപ്പയർ ചെയ്യുകയും പഠിക്കുന്നു. ഈ കോഴ്സിന് ശേഷം വിവിധങ്ങളായ BA, BSc, LLB തുടങ്ങിയ തുടർ പഠന സാധ്യതകളും ഉണ്ട്. ഡൊമസ്റ്റിക് ബയോമെട്രിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ DBO ഈ കോഴ്സിൽ ഇംഗ്ലീഷ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഡൊമസ്റ്റിക് ബയോമെട്രിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ DBDO ഈ കോഴ്സിൽ ഇംഗ്ലീഷ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങളോടൊപ്പം സെൻസറുകൾ ഉപയോഗിച്ച് വിരലടയാളം, മുഖം, കൃഷ്ണമണി തുടങ്ങിയവ സ്കാൻ ചെയ്ത് ഡാറ്റ പ്രോസസ് ചെയ്യുക, സോഫ്റ്റ്വെയറുകൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക, അതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങി വിവിധങ്ങളായ വൊക്കേഷണൽ വിഷയങ്ങൾ പഠിക്കുന്നു. ഈ കോഴ്സിന് ശേഷം വിദ്യാർത്ഥികൾക്ക് BA, BSc, BTech തുടങ്ങിയ നിരവധി ഉപരിപഠന സാധ്യതകളും ഉണ്ട്. ഡ്രാഫ്റ്റ്സ്മാൻ അഥവാ DTN ഈ കോഴ്സിൽ ഇംഗ്ലീഷ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങളോടൊപ്പം വൊക്കേഷണൽ വിഷയത്തിൽ വിവിധ തരം ബിൽഡിങ്ങുകളുടെ കൺസ്ട്രക്ഷൻ, ഇറക്ഷൻ വർക്കുകൾക്ക് ആവശ്യമായ ഡ്രോയിങ്ങുകൾ തയ്യാറാക്കുക, അവയിലെ കറക്ഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഈ കോഴ്സിന് ശേഷം BA, BSc, എഞ്ചിനീയറിംഗ് തുടങ്ങിയ നിരവധി തരത്തിലുള്ള ഉപരിപഠന സാധ്യതകളും ഉണ്ട്. ഈ കോഴ്സിന് ശേഷം ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഡ്രാഫ്റ്റിംഗ് തുടങ്ങി നിരവധി മേഖലകളിൽ വിദ്യാർത്ഥികൾക്കായി തൊഴിലവസരങ്ങളും കാത്തിരിക്കുന്നു. ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷൻസ് അഥവാ EDS എന്ന ഈ കോഴ്സിൽ ഇംഗ്ലീഷ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങളോടൊപ്പം
ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട വയറിംഗ് ജോലികൾ, ഇലക്ട്രിക് അയൺ, ഗീസർ, മോട്ടോഴ്സ് തുടങ്ങിയ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ റിപ്പയറിംഗ് വർക്കുകൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ വൊക്കേഷണൽ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നു. ഈ കോഴ്സിന് ശേഷം ഡിപ്ലോമ, എഞ്ചിനീയറിംഗ്, വിവിധ ഡിഗ്രി കോഴ്സുകൾ തുടങ്ങിയവയിൽ ഉപരിപഠന സാധ്യതകൾ ഉണ്ട്. ഈ കോഴ്സിന് ശേഷം ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷൻസ്, ഇലക്ട്രീഷ്യൻ ഫോർ വില്ല മെയിന്റനൻസ് വർക്ക്, ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് ഹൗസ് വയറിംഗ്, സെൽഫ് എംപ്ലോയ്ഡ് ഇലക്ട്രീഷ്യൻ തുടങ്ങി നിരവധി ജോലി സാധ്യതകളും ഉണ്ട്. ഫാബ്രിക് ചെക്കർ FCC ഈ കോഴ്സിൽ ഇംഗ്ലീഷ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്. ഇതിന്റെ വൊക്കേഷണൽ ഭാഗത്ത് വസ്ത്രനിർമ്മാണ രംഗത്ത് ഉപയോഗിക്കുന്ന വിവിധ തരം നൂലുകൾ, ആ നൂലുകളെ പരിചയപ്പെടുത്തുകയും അതിന് ആവശ്യമുള്ള സ്കിൽ, അതിന് ഉപയോഗിക്കുന്ന ടൂൾസ് ഇവ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ കോഴ്സിന് ശേഷം ക്വാളിറ്റി ചെക്കർ ഗാർമെന്റ് എക്സ്പോർട്ട്, ക്വാളിറ്റി ചെക്കർ ഫാബ്രിക് ക്വാളിറ്റി ചെക്കർ തുടങ്ങി നിരവധി തൊഴിലവസരങ്ങൾ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നു. ഫീൽഡ് ടെക്നീഷ്യൻ എയർ കണ്ടീഷണർ FTAC എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കോഴ്സിൽ ഇംഗ്ലീഷ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ AC റിപ്പയറിംഗ് ടെക്നീഷ്യന് ആവശ്യമായ എല്ലാ സാങ്കേതിക പരിജ്ഞാനവും ലഭ്യമാകുന്നു. കോഴ്സിന് ശേഷം എയർ കണ്ടീഷൻ ടെക്നീഷ്യൻ, സർവീസ് എഞ്ചിനീയർ തുടങ്ങിയ മേഖലകളിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ട്. ഈ കോഴ്സിന് ശേഷം BA, BSc, എഞ്ചിനീയറിംഗ് തുടങ്ങി എല്ലാവിധ ഉപരിപഠന സാധ്യതകളും വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫീൽഡ് ടെക്നീഷ്യൻ കമ്പ്യൂട്ടർ പെരിഫറൽസ് അഥവാ FTCP എന്ന ഈ കോഴ്സിൽ ബേസിക് ഇലക്ട്രോണിക്സ് അടക്കം കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മുതൽ നെറ്റ്വർക്കിംഗ് വരെ പഠന വിഷയമാക്കിയിരിക്കുന്നു. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, കമ്പ്യൂട്ടർ ട്രബിൾ ഷൂട്ടിംഗ്, വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളായ വിൻഡോസ്, ലിനക്സ് തുടങ്ങിയവയുടെ ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റനൻസ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്, വിൻഡോസ് ആൻഡ് ലിനക്സ് സെർവർ ഇൻസ്റ്റലേഷൻ ആൻഡ് കോൺഫിഗറേഷൻ, നെറ്റ്വർക്ക് ട്രബിൾ ഷൂട്ടിംഗ് തുടങ്ങിയവ വിശദമായി സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവ കൂടാതെ ഇംഗ്ലീഷ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് തുടങ്ങിയവയും പഠിക്കേണ്ടതായിട്ടുണ്ട്. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം വഴി സ്റ്റൈപ്പൻഡോടുകൂടി ഇവർക്ക് വ്യത്യസ്ത തൊഴിൽശാലകളിൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ലഭിക്കുന്നതിനുള്ള അവസരവും നൽകി വരുന്നു. ഈ കോഴ്സിന് ശേഷം ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ സ്റ്റഡീസ്, BSc ഇൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, LLB, MBA, ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങി നിരവധി ഉപരിപഠന സാധ്യതകളും നിലനിൽക്കുന്നു. ഗ്രാഫിക് ഡിസൈനർ GCD ഈ കോഴ്സിൽ ഇംഗ്ലീഷ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ വിഷയങ്ങളോടൊപ്പം ഇതിന്റെ വൊക്കേഷണൽ സബ്ജക്റ്റിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വിവിധ തരം അഡ്വർടൈസ്മെന്റ്സ്, ബ്രൗഷേഴ്സ്, മാഗസിൻസ് തുടങ്ങിയവ നിർമ്മിക്കുന്നതിനും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനും ആവശ്യമായ പരിജ്ഞാനം വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. ഈ കോഴ്സിന് ശേഷം ഗ്രാഫിക് ഡിസൈനർ ഫീൽഡിൽ വിദ്യാർത്ഥികൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ കോഴ്സിന് ശേഷം ഉപരിപഠന സാധ്യതകൾക്ക് എല്ലാവിധ ഡിഗ്രി കോഴ്സുകളും പ്രൊഫഷണൽ കോഴ്സുകളും എഞ്ചിനീയറിംഗ് കോഴ്സുകളും വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇൻലൈൻ ചെക്കർ അഥവാ ILC എന്നറിയപ്പെടുന്ന ഈ കോഴ്സിൽ ഇംഗ്ലീഷ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങളോടൊപ്പം ഇൻലൈൻ ചെക്കറിന്റെ വൊക്കേഷണൽ വിഷയങ്ങളും പഠിക്കാനായി ഉണ്ട്. വസ്ത്രനിർമ്മാണ മേഖലയിൽ അതിദ്രുതം അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മേഖലയാണ് ഇൻലൈൻ ചെക്കറുടേത്. വിവിധതരം വസ്ത്രങ്ങളിലെ അപാകതകൾ കണ്ടെത്തുകയാണ് ഇവരുടെ ജോലി. കമ്പനികളിലേക്ക് പ്രൊഡക്ഷൻ ടാർഗറ്റ് അറ്റൈൻ ചെയ്യാൻ ഇവരുടെ സേവനം വളരെ അത്യാവശ്യമാണ്. ഈ കോഴ്സിന് ശേഷം നിലവിലുള്ള മറ്റ് ഡിഗ്രി കോഴ്സുകളായ BA, BSc തുടങ്ങിയവയ്ക്കും എഞ്ചിനീയറിംഗ് പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്കും വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. ഈ കോഴ്സിന് ശേഷം ക്വാളിറ്റി ചെക്കർ ഇൻ ഇൻലൈൻ ഗാർമെന്റ്സ്, അതുപോലെ തന്നെ ട്രെയിനർ ഇൻലൈൻ ചെക്കർ തുടങ്ങിയ ധാരാളം തൊഴിലവസരങ്ങൾ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നു. ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ അഥവാ JSD എന്നറിയപ്പെടുന്ന ഈ കോഴ്സിൽ ഇംഗ്ലീഷ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങളോടൊപ്പം JSD കോഴ്സിന്റെ വൊക്കേഷണൽ സബ്ജക്ട് കൂടി പഠിക്കാനായി ഉണ്ട്. ജൂനിയർ എഞ്ചിനീയർ, ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ,
ജൂനിയർ സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ തുടങ്ങി വിവിധ ജോലികളിലേക്ക് കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഈ കോഴ്സിൽ വിവിധ തരം സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സ്കിൽ ആണ് വൊക്കേഷണൽ സബ്ജക്റ്റ് ആയി പഠിക്കുന്നത്. ഈ കോഴ്സിന് ശേഷം വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള BA, BSc തുടങ്ങിയ ഡിഗ്രി കോഴ്സുകൾക്കും ഡിപ്ലോമ കോഴ്സുകൾക്കും BE, BArch തുടങ്ങിയ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോഴ്സുകൾക്കും ഉപരിപഠനത്തിനായി ജോയിൻ ചെയ്യാവുന്നതാണ്. മെഷീൻ ഓപ്പറേറ്റർ അസിസ്റ്റന്റ് പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് അഥവാ MOPP എന്നറിയപ്പെടുന്ന ഈ കോഴ്സിൽ ഇംഗ്ലീഷ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങളോടൊപ്പം MOPP കോഴ്സിന്റെ വൊക്കേഷണൽ സബ്ജക്റ്റുകളും പഠിക്കുന്നു. പ്ലാസ്റ്റിക് നിർമ്മാണ രംഗത്ത് ഉപയോഗിക്കുന്ന വിവിധ തരം മെഷീനുകൾക്ക് ആവശ്യമായ റോ മെറ്റീരിയൽ ആയ പ്ലാസ്റ്റിക് ഗ്രാനുൾസിനെ സെറ്റപ്പ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും മെയിൻ ഓപ്പറേറ്ററെ അസിസ്റ്റ് ചെയ്യുകയും ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതുവരെ ഇതിനെ എങ്ങനെ സൂക്ഷിക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഈ കോഴ്സിന്റെ വൊക്കേഷണൽ വിഷയത്തിൽ പഠിക്കാനായി ഉള്ളത്. BA, BSc, ഡിപ്ലോമ, BE, BTech തുടങ്ങിയ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോഴ്സുകൾ അടക്കം എല്ലാ കോഴ്സുകളിലും ഈ കോഴ്സിന് ശേഷം ഉപരിപഠന സാധ്യതയുണ്ട്. ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ അഥവാ OFT എന്നറിയപ്പെടുന്ന ഈ കോഴ്സിൽ ഇംഗ്ലീഷ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങളോടൊപ്പം OFT കോഴ്സിന്റെ വൊക്കേഷണൽ വിഷയവും പഠിക്കുവാൻ ഉണ്ട്. ഒപ്റ്റിക്കൽ മീഡിയയുടെയും അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെയും കേടുപാടുകൾ പരിഹരിക്കുക, അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കുക തുടങ്ങിയവയാണ് ഇവരുടെ ജോലി. റൂട്ട് പ്ലാൻ അനുസരിച്ച് ഒപ്റ്റിക്കൽ കേബിൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതും കമ്മീഷൻ ചെയ്യുന്നതും സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ചുമതലയും ഈ ടെക്നീഷ്യന് ഉള്ളതാണ്. ഈ കോഴ്സിന് ശേഷം വിവിധ ഡിഗ്രി കോഴ്സുകൾക്കും ഡിപ്ലോമ കോഴ്സുകൾക്കും എഞ്ചിനീയറിംഗ് പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്കും ഉപരിപഠന സാധ്യതകൾ ഉണ്ട്. പ്ലംബർ ജനറൽ 2 അഥവാ PG എന്നറിയപ്പെടുന്ന ഈ കോഴ്സിൽ ഇംഗ്ലീഷ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങളോടൊപ്പം പ്ലംബർ ഗ്രേഡ് കോഴ്സിന്റെ വൊക്കേഷണൽ വിഷയവും പഠിക്കുവാൻ ഉണ്ട്. വീടുകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും സാനിറ്ററി ഫിറ്റിംഗ്സും പ്ലംബിംഗ് സാമഗ്രികളും സ്ഥാപിക്കുകയും അവയുടെ പരിപാലനവുമാണ് പ്രധാന ചുമതലകൾ. സ്വയം തൊഴിൽ സംരംഭകരാകാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഒരു കോഴ്സാണ് ഇത്. ഈ കോഴ്സിന് ശേഷം വിവിധ ഡിഗ്രി കോഴ്സുകൾക്കും എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും ഡിപ്ലോമ കോഴ്സുകൾക്കും കുട്ടികൾക്ക് ഉപരിപഠന സാധ്യതയും ഉണ്ട്. സോളാർ ആൻഡ് LED ടെക്നീഷ്യൻ ഇലക്ട്രോണിക്സ് അഥവാ SLT എന്നറിയപ്പെടുന്ന ഈ കോഴ്സിൽ ഇംഗ്ലീഷ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങളോടൊപ്പം SLT കോഴ്സിന്റെ വൊക്കേഷണൽ വിഷയവും പഠിപ്പിക്കുന്നു. വിവിധ തരം സോളാർ പാനലുകളുടെ ഇൻസ്റ്റലേഷൻ, പ്രീ ഇൻസ്റ്റലേഷൻ, റിപ്പയറിംഗ് ആക്ടിവിറ്റീസ് തുടങ്ങിയവയ്ക്ക് ആവശ്യമായ സാങ്കേതിക പരിജ്ഞാനം ഈ കോഴ്സിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു. ഈ കോഴ്സിന് ശേഷം വിവിധ ഡിഗ്രി കോഴ്സുകൾക്കും എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും ഡിപ്ലോമ കോഴ്സുകൾക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതയും ഉണ്ട്. ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ PWD അഥവാ DDEO എന്നറിയപ്പെടുന്ന ഈ കോഴ്സിൽ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ ദൈനംദിന റിപ്പോർട്ടുകൾ ക്ലയന്റ് സൈഡിലും ഓഫീസ് സൈറ്റിലും എത്തിക്കുന്ന വളരെ ഉത്തരവാദിത്വമുള്ള ഒരു സ്കിൽ സെക്ടറാണ് വൊക്കേഷണൽ തിയറിയായും പ്രാക്ടിക്കലായും പഠിപ്പിക്കുന്നത്. ഇതിനായി ദൈനംദിന ടെക്നോളജീസിൽ വളരെ അപ്ഡേറ്റഡ് ആയിരുന്നാലേ സാധ്യമാകൂ. ഈ വിഷയങ്ങൾ കൂടാതെ ഇംഗ്ലീഷ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയാണ് മറ്റ് പഠന വിഷയങ്ങൾ. ഈ കോഴ്സിന് ശേഷം ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് ശേഷം പഠിക്കാവുന്ന എല്ലാ തരം ഉപരിപഠന സാധ്യതകളും നിലനിൽക്കുന്നു. BVOC, BSc ഇൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ കൂടാതെ എൻട്രൻസ് പരീക്ഷയിലൂടെ എഞ്ചിനീയറിംഗ് കോഴ്സ് BArch, ഇൻ്റഗ്രേറ്റഡ് MSc, മറൈൻ എഞ്ചിനീയറിംഗ്
തുടങ്ങി വിവിധ ഉപരിപഠന സാധ്യതകൾ നിലനിൽക്കുന്നു. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന തൊഴിൽശാലകളിൽ പരിശീലനം ലഭിക്കാനും വിദ്യാർത്ഥികൾക്ക് സാധ്യതകൾ നിലനിൽക്കുന്നു.